കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുസ്ലിമായ ഒരു ആൺകുട്ടി നൽകിയ ഒരു ഒന്നൊന്നര മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹൈദരാബാദിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലുണ്ടായ തർക്കത്തിനിടയിൽ അവിടെയുണ്ടായിരുന്ന മുസ്ലിം വിരുദ്ധത മൂത്ത ഒരു സംഘി മുസ്ലിമായ ആൺകുട്ടിയോട് നീ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറഞ്ഞപ്പോൾ ആ ആൺകുട്ടി നൽകിയത് ഒരു ഒന്നൊന്നര മറുപടിയായിരുന്നു. കുട്ടിയുടെ ആ മറുപടി കേട്ട് സംഘിയുടെ നാണം കെട്ടുപോയി. ഹൈദരാബാദിലെ മൽക്കാജ്ഗിരി എന്ന സ്ഥലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലുണ്ടായ അവിടുത്തെ താമസക്കാർ തമ്മിലുണ്ടായ ഒരു തർക്കത്തിനിടയിലാണ് ഒരു സംഘി വർഗീയത കലർത്താൻ ശ്രമിച്ചത്. അപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. നീ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, അത് പറയാൻ നിങ്ങൾക്കെന്താണ് അവകാശം? അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്? ഞാൻ ഇവിടെ എന്തിന് താമസിക്കുന്നു എന്ന് എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശൻ ഒരു ആർമിയായിരുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഐ ആം എ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നും. ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇത് പറഞ്ഞ ആൾക്കെതിരെ ജനരോക്ഷമുണ്ടായി. അവസാനം അയാൾ മാപ്പ് പറയുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവം ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്യുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവർക്ക് മുസ്ലിമായ ഒരു കൊച്ചുകുട്ടി നൽകിയ ഒന്നൊന്നര മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം വലിയ തരംഗമായി മാറുന്നത്. ഹൈദരാബാദിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചുണ്ടായ തർക്കത്തിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം വിരുദ്ധത മൂത്ത ഒരു സംഘി മുസ്ലിമായ ഒരു ആൺകുട്ടിയോട് നീ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുമ്പോൾ അതിന് ആ കുട്ടി നൽകിയ മറുപടി നല്ല ഒന്നൊന്നര മറുപടിയായിരുന്നു. കുട്ടിയുടെ ആ ഒരു മറുപടി കേട്ട് ആ സംഘി നാണം കെട്ടുപോയി എന്ന് പറയാം. ആ ഒരു വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഹൈദരാബാദിലെ മൽക്കാജ്ഗിരി എന്ന സ്ഥലത്തുള്ള ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. അവിടെയുള്ള താമസക്കാർ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടാകുന്നു. എന്നാൽ സാധാരണഗതിയിൽ തീരേണ്ട ആ ഒരു തർക്കത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘി മനഃപൂർവ്വം വർഗീയത കലർത്താൻ ശ്രമിച്ചപ്പോഴാണ് കാര്യങ്ങൾ പിന്നീട് കൈവിട്ടുപോയത്. വാക്ക് തർക്കത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മനസ്സിൽ വർഗീയത മൂത്ത ആ സംഘി ഒരു മുസ്ലിം കുട്ടിക്കെതിരെ തിരിയുകയും അവനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഒരു തർക്കത്തിൽ മറുപടി ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭാഗത്ത് ന്യായമില്ല എന്ന് തോന്നുമ്പോൾ ഇത്തരം വർഗീയവാദികൾ ഉപയോഗിക്കുന്ന സ്ഥിരമായുധമാണ് ഈ പാകിസ്ഥാൻ പ്രയോഗം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഉശിരുള്ള ആ ഒരു ആൺകുട്ടി ഇത് കേട്ട് മിണ്ടാതിരുന്നില്ല. ഞാൻ പാകിസ്ഥാനിയാണെന്ന് പറയാൻ നിനക്ക് എന്താണ് അവകാശം? അതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കാൻ നീ ആരാണ് എന്ന് അവൻ ആ സംഘിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് അവൻ വിളിച്ചു പറയുന്ന ഓരോ വാക്കുകളും ഓരോ ഇന്ത്യൻ പൗരന്റെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. എന്റെ മുത്തശ്ശൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. നിനക്കറിയാമോ, അദ്ദേഹം ഒരു സുബേദാറായിരുന്നു.
അതിനുശേഷം അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഐ ആം ആൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ആ കുട്ടിയുടെ വാക്കുകളിലെ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കാണുമ്പോൾ തന്നെ അറിയാം അവൻ എത്രത്തോളം മാനസിക വിഷമത്തോടെയും എന്നാൽ അത്രത്തോളം അഭിമാനത്തോടു കൂടിയുമാണ് അത് വിളിച്ചു പറയുന്നറിയുന്നത്. സ്വന്തം രാജ്യത്ത് ജീവിക്കുമ്പോൾ കേവലം മതത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവഹേളിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന ആ കുട്ടിയുടെ ശബ്ദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ജനരോഷമാണ് അധിക്ഷേപിച്ച ഈ വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്നത്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഇത്തരം വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന സങ്കുചിത ചിന്താഗതിക്കാരായ ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഒട്ടനവധി ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് ആ കുട്ടിയുടെ ധീരതയെ രാജ്യം ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കുട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പല പ്രമുഖരും ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ്: രാജ്യസ്നേഹം എന്നത് ചിലരുടെ കുത്തകയല്ല. ഈ രാജ്യത്തിന് വേണ്ടി ചോര ഒഴുക്കിയവരുടെ തലമുറകൾ ഇവിടെയുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും ഇവിടെ അവകാശമില്ല. ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ പോലും വർഗീയതയുടെ മതിൽക്കെട്ടുകൾ പണിയാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ ഒരു താക്കീതാണ് ഈ കുട്ടിയുടെ ഒരു മറുപടി. നോക്കി, ഒരു സംഭവം കേവലം ഒരു അപ്പാർട്ട്മെന്റിലെ തർക്കമായി മാത്രം നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്ത്യ എന്ന മനോഹരമായ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് വൈവിധ്യങ്ങളിലാണ്. ഇവിടെ എല്ലാ മതസ്ഥർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായ അവകാശമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയവരിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഒരു തർക്കമുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ മതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും അവരുടെ രാജ്യം വിട്ടുപോകാൻ പറയുന്നതും എത്രത്തോളം അപകടകരമായ ഒരു പ്രവണതയാണ്. എന്നാൽ പുതിയ തലമുറയിലെ കുട്ടികൾ അത്തരം അധിക്ഷേപങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാൻ അവർ തയ്യാറല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹൈദരാബാദുകാരനായ ഈ കൊച്ചു പയ്യൻ. അവൻ തന്റെ അവകാശത്തെക്കുറിച്ച് ബോധവാനാണ്. സ്വന്തം കുടുംബം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് അവൻ അഭിമാനമുണ്ട്. നോക്കൂ, സംഘികൾക്ക് അല്ലെങ്കിലും കാലാകാലങ്ങളായുള്ള ഒരു സ്വഭാവമുണ്ട്. ആദ്യം വലിയ വീരവാദമൊക്കെ പറയും. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വർഗീയ വിഷം തുപ്പുകയും ചെയ്യും. എന്നാൽ പിന്നീട് പണി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുക എന്നുള്ളത് സംഘികളുടെ സ്ഥിരം പ്രവണതയാണ്. അത് സംഘികൾ കാലാകാലങ്ങളായി മുറതെറ്റാതെ ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ സംഘിയും മുറതെറ്റാതെ മാപ്പുമായി രംഗത്ത് വന്നു. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. മനോജ് കുമാർ जनप्रिया सैनिकपुरी कॉलोनी पापड़ा डिवीजन से बात कर रहा हूँ. जैसे कि आप ये वीडियो वायरल चल रहा है मेरे बारे में, एक्चुअली वो क्या हुआ बोले तो एक छोटा सा सोसाइटी का इशू था, मगर वो तीखी नोक झोंक में वो मेरे से निकल गया. और वो क्या बोलते सो, अगर किसी कम्युनिटी को मेरे से धक्का, अगर कोई किसी के दिल को तकलीफ हुई तो मैं आप लोगों से सबसे माफी मांग रहा हूँ. फिर भी मैं वो बच्चे से भी माफी मांग रहा हूँ, क्योंकि मेरा इंटेंशन वो नहीं था. मेरा इंटेंशन किसी कम्युनिटी को चोट पहुंचाना नहीं था, क्योंकि आप यहाँ मिलजुल के हमारे सब तो मिलजुल के रहते हैं. सेक्युलर सरकार रहती है हम लोग सब. एक्चुअली मेरे पास जो भी टेनेंट है, मेरे पास जो मुस्लिम टेनेंट्स हैं, ऐसा मेरा कोई इंटेंशन नहीं था. फिर भी मैं बार बार हर कम्युनिटी को मैं हाथ जोड़ के बोल रहा हूँ, मेरे से कुछ अगर गलती से भी अगर कोई बात निकल गई तो मैं सॉरी बोल रहा हूँ. मेरे को मुझे माफ करना सब जने मिलके. ऐसा कोई मेरा इंटेंशन ही नहीं था. अनकंडीशनली मैं माफी मांग रहा हूँ. बस इससे ज्यादा मैं कुछ नहीं कर रहा हूँ. मैं अनकंडीशनली हर एक कम्युनिटी से माफी मांग रहा हूँ. नमस्ते, स्वागतम, धन्यवाद. നോക്ക്, ഇവന്മാരൊക്കെ ഈ മാപ്പ് പറയുന്നത് തെറ്റ് ബോധ്യപ്പെട്ടിട്ടല്ല, മറിച്ച് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു അടവ് മാത്രമാണ്. പിന്നീട് ഇവന്മാർ വീണ്ടും ഇതേപടി തന്നെ ആവർത്തിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ട. എന്തിനും ഏതിനും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന സംഘികളെ നാം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നാം എല്ലാവരും നിരന്തരമായി കണ്ടിട്ടുണ്ട്. ഇവന്മാരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നും ഇന്ത്യ എന്നുള്ളത് ഇവന്മാരുടെയൊക്കെ കുടുംബസ്വത്താണ് എന്നുള്ളത്. ഇന്ത്യ രാജ്യം ആരുടെയും കുടുംബസ്വത്തല്ല. ഇവിടെയുള്ള ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ അതിനെ നേരിടാൻ കൃത്യമായ മറുപടി ഇല്ലാതെ വരുന്ന സമയത്താണ് സംഘികൾ ഇത്തരത്തിലുള്ള ഈ പാകിസ്ഥാനിലേക്ക് പോടാ എന്നൊക്കെ പറയുന്ന ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളത്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി എന്നത് സത്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾ ഈ മണ്ണിൽ തന്നെ ഉറച്ചു നിന്നു.
എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മതേതര ഇന്ത്യയിലായിരുന്നു വിശ്വാസം. ഇത് തങ്ങളുടെയും കൂടെ രാജ്യമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. പൂർവികരായ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ വിയർപ്പും രക്തവും വീണ മണ്ണാണിത്.